പാകിസ്ഥാന്റെ മിസൈൽ പദ്ധതി അമേരിക്കയ്ക്ക് ഭീഷണിയെന്ന് US ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫിന്നർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇവ ദക്ഷിണേഷ്യയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങൾക്കും ഭീഷണിയെന്നാണ് ഫിന്നറിന്റെ അഭിപ്രായം. പാക് മിസൈൽ പദ്ധതിക്ക് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടി വിവരങ്ങൾ. തീർച്ചയായും പാകിസ്ഥാൻ്റെ വലിയ മിസൈൽ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പാക്കാൻ വന്നിരിക്കുന്നത് എന്നാണ് വീണ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ മിസൈൽ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അത് ഹൈപ്പർസോണിക് മിസൈലുകളും അത്തരത്തിലുള്ള അതിസങ്കീർണമായ അതിശക്തമായ മിസൈലുകളുടെ ഒരു നിര തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും നേവൽ കമാൻഡ്, സദേൺ നേവൽ കമാൻഡോ അല്ലെങ്കിൽ സദേൺ എയർ കമാൻഡ് വരെ, തിരുവനന്തപുരത്തുള്ള സദേൺ എയർ കമാൻഡ് വരെ ലക്ഷ്യം വയ്ക്കാവുന്നതാണ് എന്ന് വളരെ കൃത്യമായി സൈനിക വൃത്തങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വലിയൊരു വീതിയിലേക്ക്, വലിയൊരു ഏരിയയിലേക്ക് കടന്നു കയറാനുള്ളൊരു സാധ്യതയും ഈ മിസൈൽ സംവിധാനങ്ങൾക്കുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫീനറുടെ കൃത്യമായൊരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. അതായത് ഇത്തരത്തിലൊരു മിസൈൽ സംവിധാനം ഈ മേഖലയിലെ, അതായത് പശ്ചിമേഷ്യയിലെയും അതുപോലെ ദക്ഷിണ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും അത് ഗൗരവതരമായ ഒരു ആഘാതം സൃഷ്ടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അതിശക്തമായ മിസൈലുകൾ, അതായത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ വികസിപ്പിക്കുന്ന മിസൈലുകൾ, ആധുനിക മിസൈലുകളെല്ലാം തന്നെ ഹൈപ്പർസോണിക്കുകളാണ്, ദീർഘദൂരം സഞ്ചരിക്കുന്നതാണ്, വളരെ വേഗം സഞ്ചരിക്കുന്നതാണ്. അതിനു പുറമെ ആണവ പോർമിനെ വഹിക്കാനുള്ള സാധ്യത കൂടിയുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്, ശക്തമല്ലെങ്കിലും ആണവ ആയുധം കൈവശമുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ്റെ മിസൈൽ പദ്ധതി ലോകത്തിന് വലിയ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന നിലപാടാണ് പറയുന്നത്. തീർച്ചയായും അത് നമുക്കറിയാവുന്നതാണ്, അത് ഒരു പരിധിവരെ ശ്രീലങ്കയെ പോലും ലക്ഷ്യം വയ്ക്കാനുള്ളൊരു സാധ്യത ആ മിസൈലുകൾക്കുണ്ട് എന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അതിശക്തമായ ഇത്തരത്തിലുള്ള മിസൈലുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ വലിയ ആഘാതം ഈ മേഖലയിലെല്ലാം തന്നെ അത് ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് തന്നെ അത്തരം മിസൈൽ പദ്ധതിക്ക് കൃത്യമായ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്നാണ് ജോൺ ഫീനർ തൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ.